നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ നിങ്ങളുമായി സംവേദിക്കുന്ന വിഷയം വാരഫലമാകുന്നു. ഈ ആഴ്ചത്തെ വാരഫലം നാം ചർച്ച ചെയ്യുന്നത് 1200 ചിങ്ങമാസം 23-ാം തീയതി മുതൽ 29-ാം തീയതി വരെ, അതായത് 2024 സെപ്റ്റംബർ മാസം 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരാഴ്ചത്തെ ഫലമാകുന്നു. ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെയുള്ള മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അടുത്തതായി നിങ്ങളുടെ ഈ ആഴ്ചയിൽ നാം ചർച്ച ചെയ്യുന്നു മകരം, കുംഭം, മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ. ആദ്യമായി മകരം രാശി. മകരം രാശി എന്നാൽ നിങ്ങൾക്ക് സുപരിചിതമാണ്. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക. ഇവിടെ മകരം രാശിക്കാർക്ക് പ്രായേണ രാശ്യധിപനായ ശനി ബലവാനായി 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. 3-ാം ഭാവത്തിൽ രാഹു, 5-ൽ വ്യാഴം, 6-ൽ ചൊവ്വ, അഷ്ടമത്തിൽ സൂര്യൻ, ബുധൻ, 9-ാം ഭാവത്തിൽ ശുക്രൻ, കേതു, 10-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഇവിടെ 10-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നത് പ്രായേണ യാത്രാവതിയായ ഗ്രഹം ചരരാശിയിൽ നിൽക്കുന്നു. നല്ല ചില യാത്രകളുടെ അനുകൂലമായ സമയമാകുന്നു. അന്യദേശത്ത് പോയി പേരും പ്രശസ്തിയും ഉണ്ടാക്കും. മകരം രാശിക്കാർക്ക് 8-ാം ഭാവത്തിലെ ബുധൻ പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുന്ന സമയമാണ്, ശ്രദ്ധിക്കണം. അച്ഛൻ്റെ അപ്രിയം വാങ്ങാതെ നോക്കേണ്ടതാണ്. സഹോദരങ്ങളുമായി ബന്ധപ്പെടുന്ന അഭിപ്രായ വ്യത്യാസങ്ങളും ശ്രദ്ധിക്കണം. വളരെ കർശനമായ ചില നിലപാടുകളൊക്കെ തനിക്കെടുത്ത് അതിലൂടെ തനിക്ക് സൗഹൃദങ്ങൾ നഷ്ടപ്പെടേണ്ടുന്ന വാരമാകുന്നു. അതിനാൽ സൗഹൃദം വളരെയധികം ശ്രദ്ധിക്കുക. 6-ൽ ചൊവ്വ ശത്രുക്കളെ നശിപ്പിക്കുമെന്നാണ് പറയുന്നത്. ബലവാനും ശത്രുക്കളെ ജയിക്കും 6-ലെ ചൊവ്വ. പക്ഷേ അത് പലപ്പോഴും മർക്കടമുഷ്ടിയോടുകൂടി തൻ്റെ ജയം ഏകപക്ഷീയമായി മാറി എതിർപക്ഷക്കാർ അല്ലെങ്കിൽ തൻ്റെ സഹോദരർ, മറ്റു സുഹൃത്തുക്കൾ ഇവരൊക്കെ ആജന്മ ശത്രുക്കളാകുന്ന ഒരവസരം സംജാതമാകാതെ ശ്രദ്ധിക്കണം മകരം രാശിക്കാർ. അനാവശ്യമായ ചില സ്ത്രീ സംബന്ധമായ അപഖ്യാതികളുടെ സമയമാണ്. പ്രത്യേകിച്ച് പ്രായപൂർത്തിയായ സ്ത്രീകളുമായുള്ള സൗഹൃദങ്ങളിലൂടെ തനിക്ക് പേരുദോഷം വരും. അഗമ്യജര അങ്കനാസു നിരതഹ എന്നൊരു ഫലം പറഞ്ഞിട്ടുണ്ട് മകരം രാശിക്കാർക്ക്. ഗമിക്കാൻ പാടില്ലാത്ത വൃദ്ധകളായ പ്രായക്കൂടുതലുള്ള സ്ത്രീകളുമായി രമിക്കുക അല്ലെങ്കിൽ സൗഹൃദത്തിലാവുക. ആ ഒരു യോഗം ഇന്നത്തെ രാശിയിൽ പൂർണ്ണമാണ്. അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നു. ക്രിയാലംബണസ്ഥ അഷ്ടമേക അഷ്ടഭാഗി വിദേശീയതാരാൻ ഭജത് വാപ്യവസ്തു. ദേശം വിട്ടുപോയി പ്രാപിക്കാൻ പാടില്ലാത്ത ചില സൗഹൃദങ്ങൾ ഉണ്ടാവുക. അതിലൂടെ മാനനഷ്ടമുണ്ടാകും, ധനനഷ്ടമുണ്ടാകും, പേരുദോഷമുണ്ടാകും. വളരെയധികം ശ്രദ്ധിക്കണം ഈ വാരക്കാലം. പ്രത്യേകിച്ച് സൂര്യൻ സെപ്റ്റംബർ 16-ാം തീയതി കന്നിരാശിയിലേക്ക് പ്രവേശിക്കുന്നത് വരെ. അഷ്ടമത്തിലെ ബുധൻ വളരെ ബലവാനാണ്. ദേശം വിട്ടുപോയി പേരും പ്രശസ്തിയും ഉണ്ടാകും. ഭവന്തിഹ ദേശാന്തരെ വിസ്വദാഹ, അന്യദേശത്ത് പ്രശസ്തി കിട്ടും. നിധാനം നൃപാത് വിക്രയാത്വാലബന്ധേ, തൻ്റെ ബുദ്ധിയിലൂടെ ഉത്സാഹത്തിലൂടെ രാജാവ്, തൻ്റെ അധികാരി തന്നെ അപ്രീഷിയേറ്റ് ചെയ്യും. തനിക്ക് പ്രത്യേക കസേരകൾ തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യുവത്യുത്സവം, യുവതികളുമായിട്ട് ഉത്സവമുണ്ടാക്കുമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്ത്രീ വിഷയം വളരെ ശ്രദ്ധിക്കണം. വിവാഹ തീരുമാനങ്ങൾ, ഭാര്യയുമായി ചേർന്ന് നല്ലൊരു ഹണിമൂൺ ട്രിപ്പ് ഒക്കെ ഇവിടെ പ്ലാൻ ചെയ്യാം പുതിയ വിവാഹിതരായ ദമ്പതികൾക്ക്. കാരണം വിവാഹപതി യാത്രാപതിയായി തുലാൻ രാശിയിൽ നിൽക്കുന്നു. നല്ല ചില യാത്രകളുടെ സമയമാണ്. അത് പരമാവധി ഉപയോഗിക്കാൻ ശ്രമിക്കുക. സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക്, ബാങ്കിങ് സെക്ടേഴ്സ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റുകാർക്കൊക്കെ വളരെ അനുകൂലമാണ് ഈ വാരം. പാരാമെഡിക്കലുമായി ബന്ധപ്പെടുന്ന, മെഡിക്കലുമായി ബന്ധപ്പെടുന്ന ഹോസ്പിറ്റൽസ് മുതലായ കമ്പനികളുടെ ഷെയർ എടുക്കാം, അല്ലെങ്കിൽ ഫാർമ കമ്പനികളുടെ ഷെയർ എടുക്കാൻ വളരെ അനുകൂലമാണ്. 5-ലെ വ്യാഴം സൂക്ഷ്മമായ ബുദ്ധി മകരം രാശിക്കാർക്ക് പ്രദാനം ചെയ്യുകയാണ്. ഇവിടെ നിർബന്ധമായും ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ കൂവളമാല ജലധാര വഴിപാടായി സമർപ്പിക്കണം. അഷ്ടമത്തിലെ ബുധന് പരിഹാരമായി നരസിംഹക്ഷേത്രത്തിൽ പാനകം തുളസിമാല വഴിപാടായി ചെയ്യുക. അച്ഛൻ്റെ ആരോഗ്യസ്ഥിതി വളരെയധികം ശ്രദ്ധിക്കണം. അച്ഛൻ രോഗിയാകും, തൻ്റെ പിതാവ്. അതിനാൽ പിതാവിന് ശിവക്ഷേത്രത്തിൽ, രോഗിയായ പിതാവിന് ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ കഴിപ്പിക്കുക. എല്ലാം കാര്യങ്ങൾ വളരെ അനുകൂലമായി ഭവിക്കട്ടെ. അടുത്തതായി കുംഭൻ രാശി. കുംഭൻ രാശി എന്നാൽ അവിട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം
പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന രാശിയാകുന്നു. ഇന്ന് കുംഭൻ രാശിയിൽ ശനി, 2-ൽ രാഹു, 4-ൽ വ്യാഴം, 5-ൽ ചൊവ്വ, 7-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, അഷ്ടമത്തിൽ ശുക്രൻ കേതു, 9-ാം ഭാവത്തിൽ ചന്ദ്രൻ. ഞാൻ സൂചിപ്പിച്ചു കഴിഞ്ഞിരുന്നു, ശുക്രൻ്റെ നീചസ്ഥിതി വന്ന സമയത്ത് ഏറ്റവും അധികം ബാധിക്കുക കുംഭൻ രാശിക്കാരെയാണ്. ധാരാളം സിനിമാ താരങ്ങൾ കുംഭൻ രാശിയിൽപ്പെട്ടവരാണ് ഇപ്പോൾ സ്ത്രീപീഡന കേസുമായിട്ടൊക്കെ അപഖ്യാതികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു. തെളിയിക്കാൻ പോകുന്നേ ഉള്ളൂ. അവിടെയും കുംഭൻ രാശിക്കാർ സ്ത്രീ വിഷയം വളരെയധികം ജാഗ്രത പാലിക്കുക. പ്രത്യേകിച്ച് സെപ്റ്റംബർ 18 വരെ. ആ സമയത്ത് ഷുഗർ പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ്, നേത്ര സംബന്ധമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് വളരെയധികം കഷ്ടപ്പെടുന്ന സമയമാകുന്നു. വിവാഹ തീരുമാനങ്ങൾക്കൊക്കെ അനുകൂലമായ സമയമാണ്. ഇവിടെ വിവാഹവതിയായ ഗ്രഹം നല്ല സ്ഥാനത്ത് നിൽക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, കുംഭൻ രാശി ഒരു വിവാദ രാശിയാണ്. അതിനാൽ കുംഭൻ രാശിക്കാർക്ക് ഈ ഒരു വാരം വളരെ അനുകൂലമായി കേസ് മധ്യസ്ഥത വഹിക്കുവാനുള്ള ഒരു വലിയ സമയം സംജാതമാകുന്നു. തന്നെ അലട്ടുന്ന കേസുകൾ അതൊക്കെ മധ്യസ്ഥത ആരെങ്കിലും ഇടപെട്ട് ഒരു മധ്യസ്ഥതയിലൂടെ രമ്യമായി പരിഹരിക്കുവാനുള്ള ഒരു ദൈവാധീനം കുംഭൻ രാശിക്കാർക്ക് കൈവരുന്നുണ്ട്. കുംഭൻ രാശിക്കാർ പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദേഹമുട്ട്, ശത്രുസംഹാരമുട്ട് ഒക്കെ ചെയ്യുക. ഇവിടെ ഭാഗ്യാധിപനായ ഗ്രഹം അഷ്ടമത്തിൽ നിൽക്കുന്നു. അച്ഛനെ വിട്ടുപിരിയുന്ന അവസ്ഥ ഉണ്ടാകുന്നു. മാതാപിതാക്കളെ വിട്ടുപിരിയുന്ന അവസ്ഥ ഉണ്ടാക്കുന്നു. പൂർവികമായ സ്വത്ത് നഷ്ടപ്പെടുക, എന്തെങ്കിലും ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ആർക്കെങ്കിലും ലീസിന് കൊടുക്കുക, പ്രൈവറ്റ് ഫൈനാൻസസിന്. അങ്ങനെ അവർ നമ്മളെ ഭൂമി തട്ടിക്കൊണ്ടു പോവുക. അതിൻ്റെ പേരിൽ വഴക്കൊക്കെ വന്ന് മാനസികമായിട്ട് വളരെയധികം പിരിമുറുക്കങ്ങൾ വരുന്ന സമയമാണ്. ഒരു തരത്തിലും ഒരു രേഖയുമില്ലാതെ ഒരു സുഹൃത്തിനെയും ട്രസ്റ്റ് ചെയ്യരുത് കുംഭൻ രാശിക്കാർ ഈ വരുന്ന സെപ്റ്റംബർ 18 വരെ, അല്ലെങ്കിൽ ചതിക്കപ്പെടും. നോ ഡൗട്ട്. വളരെ ശ്രദ്ധിക്കുക. നല്ല വിവാഹ വിഷയങ്ങളും സൗഭാഗ്യ, ആത്മജ, മിത്ര, ബന്ധു, ധനഭാഗ്, വിദേശത്തുള്ള നല്ല സുഹൃത്തുക്കൾ വരുന്നു. അവരിലൂടെ സഹായം ലഭിക്കുന്നു. സാമ്പത്തികമായും കുറേ കൂടി മെച്ചങ്ങൾ കുംഭൻ രാശിക്കാർക്ക് വരുവാൻ വളരെ അനുകൂലമായ സമയമാകുന്നു. എന്ത് നിന്നാലും ദഹിക്കുന്ന ഒരു വയറുണ്ട് ഈ വാരത്തിൽ കുംഭൻ രാശിക്കാർ. അതിനാൽ ആവശ്യമുള്ളത് മാത്രം കഴിക്കുക. ഇല്ലെങ്കിൽ പൈൽസ് രോഗത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ വളരെയധികം വരും. കിഡ്നി പേഷ്യൻസ്, ഡയാലിസിസ് പേഷ്യൻസ് ഒക്കെ വളരെ ശ്രദ്ധിക്കണം. ശുക്രൻ കേതുവോടുകൂടെ നിൽക്കുന്നു. ഷുഗർ 2-ാം ലെവലിലേക്ക് വന്നാൽ നേത്രസംബന്ധമായ കണ്ണുകൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാണ്. ശ്രദ്ധിക്കുക. അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു മീനം രാശിക്കാരുടെ ഈ ആഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. മീനം രാശിക്കാർക്ക് ഇന്ന് ലഗ്നത്തിൽ രാശിയിൽ രാഹു, 3-ാം ഭാവത്തിൽ വ്യാഴം, 4-ൽ ചൊവ്വ, 6-ാം ഭാവത്തിൽ സൂര്യൻ ബുധൻ, 7-ാം ഭാവത്തിൽ ശുക്രൻ കേതു, അഷ്ടമത്തിൽ ചന്ദ്രൻ, 11-ാം ഭാവത്തിൽ മാന്തി, 12-ൽ ശനി. മീനം രാശിക്കാർ ആരോഗ്യ വിഷയം വളരെയധികം ശ്രദ്ധിക്കണം. തൻ്റെ സന്താനങ്ങൾക്ക് അരിഷ്ടത വരും. സന്താനങ്ങളെ കൊണ്ട് ആശുപത്രിയിൽ പോകേണ്ടുന്ന വാരമാകുന്നു. മീനം രാശിക്കാർ പ്രത്യേകിച്ച് വ്യാഴം 3-ലാണ്. ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നത് വളരെയധികം ഗുണകരമായി തീരും. അല്ലെങ്കിൽ പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാതെ ഹോസ്പിറ്റലിൽ പോവുകയാണെങ്കിൽ ഭീമമായ തുക തനിക്ക് ആശുപത്രിയിൽ ചെലവഴിക്കേണ്ടി വരും. അപ്പോൾ താൻ മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും വീണ്ടും രോഗിയാകുന്ന അവസ്ഥ ഉണ്ടാകും. ദാമ്പത്യ സുഖം വളരെയധികം കുറയും. ഭാര്യയുമായിട്ട് ശത്രുത വരുന്ന സമയമാണ്. ഭാര്യയെ പല കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കേണ്ടി വരും. ഭാര്യയുടെ വീട്ടിൽ കുറച്ച് കാര്യത്തേക്ക് പോയാൽ തന്നെ തൽക്കാലം പോകട്ടെ എന്ന് ആശ്വസിക്കണം. അല്ലെങ്കിൽ ഒരു ശല്യമായിട്ട് മാറുന്നു. കളത്രേശൻ അരവ് നിന്നാൽ കളത്രം ശത്രുവായി വരും. ഭാര്യാപതിയാഗ്രഹം ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു ബുധൻ. അപ്പോൾ ഭാര്യ ശത്രുവായിട്ട് വരും. വളരെ ശ്രദ്ധിക്കുക. പലപ്പോഴും തൻ്റെ അനുഭവങ്ങളൊക്കെ നെറ്റിത്തടത്തിന് നേരെ വന്നിട്ട് അനുഭവിക്കാൻ ഫലം കുറയുന്നതാണ്. അതാണ് 3-ൽ വ്യാഴം വന്നാൽ ലലാടോദ്യയെ പ്യർത്ഥ ലാഭമെന്ന തദ്വൽ. നെറ്റിത്തടത്തിന് നേരെ വന്നാലും ധനലാഭം ഉണ്ടാകില്ല. 12-ലെ ശനിയും വളരെയധികം ശ്രദ്ധിക്കണം. ചൗര്യം, കളവിനെ ശ്രദ്ധിക്കണം. സ്വർണ്ണനഷ്ടം വരും. അതിനാൽ വളരെയധികം ജാഗ്രത പാലിക്കുക. ഇവിടെ പരിഹാരമായി മക്കളുടെ പേരിൽ അനാരോഗ്യം മക്കളെ അലട്ടുന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ, ചെറിയ മക്കളാണെങ്കിൽ കർഹോമം, വലിയ കുട്ടികളാണെങ്കിൽ 12 വയസ്സിന് മുകളിലുള്ള കുട്ടികളാണെങ്കിൽ അവരുടെ പേരിൽ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക. തൻ്റെ ആരോഗ്യ വിഷയത്തിലേക്ക് ശാരീരികമായി നടു സംബന്ധിച്ച ബുദ്ധിമുട്ടുകൾ, ഡിസ്ക് കംപ്ലയിൻറ്റ്സ് വളരെയധികം വരുന്നു. അതിനാൽ ഓം ശം ശനീശ്വരായ നമഃ എന്ന പ്രാർത്ഥന വളരെയധികം ഉപകരിക്കും. എല്ലാ ശനിയാഴ്ചകളിലും നീരാഞ്ജനം അല്ലെങ്കിൽ എള്ളുതിരി അല്ലെങ്കിൽ നെയ്വിളക്ക് അയ്യപ്പന് സമർപ്പിക്കുക.
ശത്രുദോഷ പരിഹാരമായി നരസിംഹ ക്ഷേത്രത്തിൽ പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാട് ചെയ്യുക. എല്ലാ പ്രിയപ്പെട്ട മകരം, കുംഭം, മീനൻ രാശിക്കാർക്ക് ശോഭനമായ ഒരു ആഴ്ചത്തെ നല്ല ഫലം പ്രാർത്ഥിച്ചുകൊണ്ട് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം.